8ാം ക്ലാസ് കേരള പാഠാവലി 5ാമത്തെ യൂണിറ്റിലെ കപ്പവാട്ടിൻ്റെ കഥ എന്ന ആദ്യത്തെ പാഠഭാഗം മനസ്സിലാക്കാം. മുരളീധരൻ തഴക്കര എഴുതിയ കാർഷികാചാരങ്ങൾ കാഴ്ചയും വിചാരവും എന്ന ലേഖനത്തിൽ നിന്നും എടുത്തതാണ് പാഠഭാഗം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നാക്കി തരംതിരിക്കാം. ഇതിൽ കേരളത്തിൻ്റെ മലനാട്, ഇടനാട് തുടങ്ങിയ ഭൂപ്രദേശങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു കൂട്ടായ്മയുടെ ആഘോഷമായിരുന്നു കപ്പവാട്ട് എന്ന് പറയുന്നത്. ഇവിടങ്ങളിൽ ധാരാളം മരച്ചീനി അഥവാ കപ്പ കൃഷി ചെയ്തിരുന്നു. ഇതിൻ്റെ വിളവെടുപ്പ് കാലം ഡിസംബർ, ജനുവരി മാസങ്ങളിലായിരുന്നു. പിന്നീടുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ഉപയോഗത്തിനായി കപ്പ വാട്ടി ഉണക്കി സൂക്ഷിക്കുന്നതിനെയാണ് കപ്പവാട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു കുടുംബം മാത്രം ഒറ്റയ്ക്കല്ല ചെയ്തിരുന്നത്. ഏതെങ്കിലും ഒരു കർഷക കുടുംബം കപ്പ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കർഷക കുടുംബത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്ന മറ്റു വീടുകളിലുള്ള ആളുകളും പങ്കാളികളാകും. അങ്ങനെ സ്ത്രീകൾ തോല് പൊളിക്കും, പുരുഷന്മാർ അത് അരിയും. അങ്ങനെ അതിനുശേഷം അത് വലിയ ചെമ്പുകളിലാക്കി വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വാട്ടിയെടുക്കും. എന്നിട്ട് വലിയ പാറപ്പുറങ്ങൾ വൃത്തിയാക്കി അതിന് മുകളിലിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് ചാക്കുകളിലും വല്ലങ്ങളിലും പത്തായങ്ങളിലും എല്ലാം സൂക്ഷിക്കും. പിന്നീടുള്ള ഒരു വർഷക്കാലം ഈ ഒരു കപ്പ അവരുടെ ആഹാരത്തിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ ചേർന്ന് പണിയെടുക്കുന്നതിന് പ്രായവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഇതിൽ പങ്കെടുത്തിരുന്നു. പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണം അതാത് വീട്ടുകാർ കൊടുത്തിരുന്നു. അത് മീനും കപ്പയുമായിരുന്നു. ഇത് വളരെ ചിട്ടയോടെയും സമയക്രമം എടുത്തും ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. വളരെയധികം ശാരീരികാധ്വാനം ആവശ്യമായിരുന്ന കപ്പവാട്ടിന് അതുകൊണ്ട് തന്നെ അതിന് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൻ്റെ ഇടയിൽ നാടൻ പാട്ടുകളും കളികളും ഒക്കെ നടത്തിയിരുന്നു. മഴ, വെയിൽ തുടങ്ങിയ പ്രതിഭാസങ്ങളെയൊക്കെ നേരിടാൻ കർഷകർ ഒരു കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. കാലം ചെന്നപ്പോൾ മരച്ചീനിക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു. അതിൻ്റെ സ്ഥാനത്ത് റബ്ബർ എന്ന വിളയ്ക്ക് പ്രാധാന്യം കൈവന്നു. പണ്ടത്തെ കപ്പത്തോട്ടങ്ങളെല്ലാം ഇന്ന് റബ്ബർ കാടുകളായി മാറി. ഇന്ന് മലനാട്ടിലെ ചില ഗ്രാമീണ പ്രദേശങ്ങളിൽ മാത്രമാണ് കപ്പവാട്ട് നടത്തുന്നുള്ളത്. പണ്ടുകാലത്ത് കപ്പവാട്ട് നമ്മൾ പറഞ്ഞു ഒരു കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ആഘോഷമായിരുന്നു എന്ന്. എന്നാൽ ഇന്നത് ഒരു കാർഷിക പ്രവർത്തനം മാത്രമായി ചുരുങ്ങി. ഇത് നാം നമ്മുടെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനത എങ്ങനെയാണ് അന്യൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ലേഖകൻ.